എന്റെ പേര് ജിജി, എന്റെ ഹസ്ബൻഡ് ഷാജി. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോൻ അമൽ, ഇളയവൻ അലൻ. മൂത്ത മോൻ കാനഡയിൽ ഒരു കോഴ്സ് കഴിഞ്ഞ് അവൻ ഏഡ്സ് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് കനേഡിയൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ. അപ്പോൾ മോനെ പോയിട്ട് 2019 മോൻ ഇവിടുന്ന് പോകുന്നതാണ്. അതിനുശേഷം അവന് നാട്ടിൽ വരുവാനോ ഞങ്ങളെ കാണുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം മോനെ കാണാൻ കാനഡയിൽ പോവുകയും കാണുകയും ചെയ്തു. പക്ഷേ ഗ്രാൻഡ് പേരൻസ് എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അവനെ കാണാനായിട്ട്. അതുകൊണ്ട് ഡിസംബറിലേക്ക് ഞങ്ങൾ അവന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവൻ വരാനിരുന്നു. ഞങ്ങളും നാട്ടിൽ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ പോയി. ഒരു മാരേജ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. സമയമായപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു മോന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, മോന്റെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകുന്ന കാരണം ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ PR അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. PR ആദ്യത്തെ പേപ്പർ കിട്ടാൻ ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വരുമ്പോൾ അഖണ്ഡ ജപമാലയിൽ. ഞങ്ങൾ സാധ്യയിൽ വെച്ച് നടത്തിയ ജപമാലയിൽ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, തലേദിവസം ബ്രദർ മാതാവിന്റെ രൂപം വെക്കണം. അപ്പം ബ്രദറിനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട് ബ്രദറെ, മോന്റെ PR വേണ്ടി. അപ്പൊ പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിക്കുക, മോന് പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കാൻ സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല ഇവിടെ വന്നാൽ. എനിക്ക് ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളാണ്. എന്റെ കൈ ഷേക്ക് ചെയ്യണം എനിക്ക് കാണാറില്ല. എന്റെ കൈക്ക് തന്നെ പ്രശ്നമുണ്ട്. പിന്നെ ഞാനിവിടെ വരുമ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് ഇങ്ങനെ 2 കൈയും ഒരു കൈയെ സപ്പോർട്ട് ചെയ്ത് ഒരു പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ മാതാവ് എനിക്ക് ഒത്തിരി വേദനകൾ കുറച്ച് തന്നു. പിന്നെ ഞാൻ May 17 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 25th. ഞാൻ മോനോട് പറഞ്ഞു, മോനെ മമ്മിക്കൊരു ഗിഫ്റ്റായിട്ട് മാതാവ് മോന്റെ പേപ്പർ വർക്കുകളൊക്കെ അന്ന് നടക്കുന്നതായിട്ട് തരും. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴും ഒരു മെസ്സേജും ഇല്ല. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എന്നും ബൈബിളിൽ എന്റെ ലെറ്ററുകൾ എഴുതി മാതാവിന് വെക്കും. ഞാൻ ആരോടും പറയാറില്ല, മീൻസ് ഞാൻ ഒത്തിരി കത്തുകൾ എഴുതി വെക്കും മാതാവിന് ഈശോയ്ക്കുള്ള എന്റെ ലെറ്ററുകളൊക്കെ എഴുതും ഞാൻ. അപ്പോൾ അതിൽ ഞാൻ എഴുതി വെച്ചു, May 17 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളൊന്നും നടത്തില്ല, 25th ആണ്. ഞങ്ങളത് ആറേതിൽ ഒരു ഓർഫനേജിന് എന്തെങ്കിലും ചെയ്യത്തേ ഉള്ളൂ. ഞങ്ങൾ പോലും കേക്ക് കട്ടിയില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ വൈകുന്നേരമായിട്ടും ചേട്ടനോട് വന്ന്, ചേട്ടാ ഒരു മെസ്സേജും ഇല്ലല്ലോ. പക്ഷെ രാത്രി മോൻ വിളിച്ചു, മോന് പേപ്പർ കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് അപ്രൂവൽ പോയി. അപ്പൊ അവന് അപ്രൂവൽ ഫസ്റ്റ് വന്നു. പിന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കും, മോൻ പറയും വരാൻ പറ്റുന്നില്ല, അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. മോൻ ഇളയവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്നും സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടെന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മാർച്ചിൽ നിന്റെ ബർത്ത്ഡേ അല്ലേ, മാർച്ചിൽ മാതാവ് നിന്നെ അനുഗ്രഹിക്കും, മമ്മി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം ഇതുപോലെ March 5 അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു March 5 മുമ്പായിട്ട് മോൻ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ്, പക്ഷെ ഒന്നും ഉണ്ടായില്ല. March 19 ഞങ്ങൾ സെന്റ് ജോസഫ് ഡേയില് കുർബാനയ്ക്ക് പോയി. തിരിച്ചിറങ്ങി വരുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മോന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, മോന് PR കിട്ടിയെന്നുള്ളത് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സിന് വേണ്ടി, ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഒരു കുഞ്ഞിനെ എടുത്ത് 2 പേരൻസ് എന്നും ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഞാൻ കാണാറുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം അവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കുമെന്ന്. എന്നെ ഇത്രയും ഉയർത്താമെങ്കിൽ മാതാവിനെ നിങ്ങളെല്ലാവരെയും ഉയർത്താം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ദിവസം പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കും. ഈ ജപമാലയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. എനിക്കിന്നും ഇവിടെ സുഗന്ധാഭിഷേകം കിട്ടി. എനിക്ക് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഞാൻ സാധനയിലൊരു പ്രയർ കുടുംബം മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എപ്പോഴും ചൂടെടുക്കുക, ഞാൻ പോകണമെന്ന് തോന്നുന്നു ഇവിടുന്ന്. അപ്പോൾ അവിടുത്തെ സെൻട്രലൈസ് ചെയ്ത് കുറേ വെള്ളം എന്റെ മേത്ത് വീണു. അതോടെ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്കറിയാം മാതാവ് ഇവിടെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കാൻ. എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല, എന്നെ ഷേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയും ബാബു ബ്രദറിനെയും ഇവിടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെ ഈ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കിയ മാതാവിനും ശ്രീകുമാറിനും 1000 നന്ദി പറയുന്നു. എന്റെ ഹസ്ബൻഡ് ഇവിടെയുണ്ട്. പല പ്രാവശ്യവും വരാൻ പുള്ളിക്ക് താല്പര്യമില്ലാത്ത ആളായിരുന്നു. മീൻസ് ഞങ്ങളെ കൊണ്ടുവന്നാക്കും, പുള്ളി തിരിച്ചു പോകും. ഒരു ട്രിപ്പല്ല 2 ട്രിപ്പും എല്ലാവരെയും ഇറക്കാൻ പുള്ളിക്ക് സമ്മതമാണ്. പക്ഷെ ഒരിക്കലും കയറില്ല. ഒരു ദിവസം ഞങ്ങൾ വാശി പിടിച്ചു, ചേട്ടൻ പോയില്ലെങ്കിൽ ഞാൻ കയറുന്നില്ല, ഞാൻ തിരിച്ചറിഞ്ഞ് വരുവാണ്, ഞാനിവിടെ നിൽക്കുവാന്ന് പറഞ്ഞു. ചേട്ടൻ തിരിച്ചു വന്നു. എന്നോട് ആദ്യം പറഞ്ഞു, ഞാൻ ടീഷർട്ടായിട്ടിരിക്കണം, ഞാൻ വരില്ല, ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് പോലെയാണ്. ഞാൻ പറഞ്ഞു, സാരില്ല, അവിടെ മാതാവിന്റെ മുമ്പിൽ ഡ്രസ്സൊന്നും ആരും നോക്കത്തില്ല, ചേട്ടൻ കയറി വരണം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ചേട്ടൻ വരും. പിന്നെ ഞങ്ങളൊരു ജപമാല വീട്ടിലിരുന്ന് കൂടി. അന്ന് തിരി കത്തിച്ച് വെച്ചെടുത്ത് മാതാവിന്റെ റോസപ്പൂ ഇത് വന്നു. അന്ന് ചേട്ടൻ ഭയങ്കരമായിട്ട് വിശ്വാസമായി. ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വളരെ ക്ഷമയുള്ള ആളാണ്. ഞാൻ ഭയങ്കരമായിട്ട് ടെമ്പറുമാണ്. അത് ഞാൻ ഇവിടെ ഒന്നും പ്രാർത്ഥിക്കും മാതാവിനോട്, എന്റെ ടെമ്പറൊന്നും മാറ്റി തരണേന്ന്. അതും എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനും തിരുക്കുമാറിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്